നമസ്കാരം. എല്ലാ പ്രേക്ഷകർക്കും ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഞരമ്പുകളെ ബാധിക്കുന്ന വെരിക്കോസ് വെയിൻ അതിനുള്ള ചികിത്സയുമാണ് ഇന്ന് ഡോക്ടർ ലൈവ് ചർച്ച ചെയ്യുന്നത്. ഇന്ന് ഈ വിഷയത്തെക്കുറിച്ച് നമ്മളോട് സംസാരിക്കുന്നത് കോഴിക്കോട് ബേബി മെമ്മോറിയൽ ആശുപത്രിയിലെ ജനറൽ വാസ്കുലർ ആൻഡ് ലാപ്രോസ്കോപ്പിക് സർജൻ ഡോക്ടർ വിനായക് റാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ഡോക്ടർ, ഈ വെരിക്കോസ് വെയിൻ ഇത് എങ്ങനെയാണ് ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ഇതിൻ്റെ അപകടം എന്തൊക്കെയാണ് ഇത് ഈ അസുഖം ഉണ്ടായിക്കഴിഞ്ഞാലുള്ളത്? വെരിക്കോസ് വെയിൻ എന്ന് പറയുന്ന ഒരു വളരെ കോമൺ സംഭവമാണ്. അക്രോസ് കേരള എല്ലാ സ്ഥലത്തിലും പീപ്പിൾ ആർ അഫക്റ്റഡ് ഇതുകൊണ്ടാണ്. വെരിക്കോസ് വെയിൻ എന്ന് പറയുന്നത് നമുക്ക് നോർമൽ ഒരു മനുഷ്യന് വെയിൻസിൻ്റെ ഫംഗ്ഷൻ എന്താണെന്ന് വെച്ചാൽ കാലിലേക്ക് പോണ ബ്ലഡ് തിരിച്ച് ഹാർട്ടിലേക്ക് അത് പമ്പ് ചെയ്ത് കൊണ്ടുവരുന്നതാണ് ഒരു നോർമൽ പേഴ്സൺ അതിൻ്റെ ഫംഗ്ഷനാണ്. അപ്പോൾ അതിൽ ഡിഫക്റ്റ് വരുമ്പോഴാണ് ഈ വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ് വന്നത്. ഇത് തുറക്കുമ്പോൾ നമുക്ക് കാലിൽ കാണുന്നത് വന്ന് മുട്ടിൻ്റെ താഴത്തായിട്ടാണ് കാണുന്നത്. മുട്ടിൻ്റെ താഴത്ത് ഇത് ഒരു പ്രോമിനൻറ്റ് സ്വെല്ലിംഗ് പോലെ എന്ന് വെച്ചാൽ ഒരു നമ്മുടെ വെയിൻ വന്ന് പ്രോമിനൻ്റ് ആയിട്ട് അങ്ങനെയാണ് ഇത് തുടങ്ങുന്നത്. അപ്പോൾ ആൾക്കാർ അത് ഇഗ്നോർ ചെയ്യുമ്പോൾ അടുത്ത സ്റ്റേജ് ആകുമ്പോൾ പതുക്കെ അത് നമുക്ക് കാലിൽ നീര് വെച്ച് തുടങ്ങും. പാദത്തിന് ചുറ്റിലും നീരുണ്ടാവും. പിന്നെ പാദത്തിന് ചുറ്റിലും കാലിൻ്റെ കളർ മാറി തുടങ്ങും. എന്നുവെച്ചാൽ പതുക്കെ അത് കറുത്ത് തുടങ്ങും. ആ സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ കാലിൽ വല്ല മുറിവോ പൊട്ടലോ ഉണ്ടായെങ്കിൽ പിന്നെ അത് ഉണങ്ങാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഒരു സ്റ്റേജിന് ശേഷം നമുക്ക് കാല് നിലത്ത് പോലും കുത്താൻ പറ്റാത്ത ആ ഒരു ലെവലിലേക്ക് പോകും. ഡോക്ടർ, എന്തെല്ലാം കാരണം കൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാകുന്നത്? കൂടുതലായി പ്രഷർ ആവുമ്പോഴാണോ? വെരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ അതൊരു ലൈഫ് സ്റ്റൈൽ ഡിസീസാണ്. എന്ന് വെച്ചാൽ നമുക്ക് മനുഷ്യനും വന്ന് നിൽക്കണകൊണ്ടാണ്, കുറേ സമയം നിൽക്കണകൊണ്ടാണ് ഈ വെരിക്കോസ് വെയിൻസ് വന്നത്. നമുക്ക് എന്ന് വെച്ചാൽ നിൽക്കുമ്പോൾ നമുക്ക് വന്ന് ബ്ലഡ് കാലിൽ നിന്ന് ഹാർട്ടിലേക്ക് പോകാനുള്ള പ്രഷർ വളരെ കൂടുതൽ വേണ്ടി വരും. എന്ന് വെച്ചാൽ ഇത് അഗെയിൻസ്റ്റ് ഗ്രാവിറ്റിയാണ് ബ്ലഡ് പമ്പായി പോണത്. ആൻഡ് സ്ത്രീകൾക്ക് എടുക്കുമ്പോൾ യൂഷ്വലി പ്രഗ്നൻസിക്ക് ശേഷം പ്രോമിനൻറ്റ് വെയിൻസ് വന്നു തുടങ്ങും കാലിൽ. നമ്മുടെ യൂട്രസ് പ്രഗ്നൻ്റ് ആയിരിക്കുമ്പോൾ അത് പ്രഷർ കൊണ്ട് നമുക്ക് ആ ബ്ലഡ് റിട്ടേണിൽ കുറച്ച് ബ്ലോക്കേജ് ഉണ്ടാവും. പക്ഷെ അത് നോർമലി ഡെലിവറിക്ക് ശേഷം മിക്കവാറും ആൾക്കാർക്ക് അത് ശരിയാവും. പക്ഷെ ഒരു 20-30% പീപ്പിളിന് വന്ന് അത് ഫർദർ വാരിക്കോസ് ആയിട്ട് പ്രോഗ്രസ് ആവാനുള്ള സാധ്യതയുണ്ട്. കാലുകളിൽ മാത്രമാണോ ഈ വെരിക്കോസ് വെയിൻ ഉണ്ടാവുക? വെരിക്കോസ് വെയിൻ പ്രോമിനൻ്റ്ലി കാലുകളിലാണ് നമുക്ക് ഉണ്ടാവുന്നത്. യൂഷ്വലി അങ്ങനെയാണ്. ആദ്യ ലക്ഷണങ്ങൾ എന്താണ് ഈ വെരിക്കോസ് വെയിൻ ആവുന്നതിന് മുമ്പേ? ആദ്യ ലക്ഷണങ്ങൾ വന്ന് നീര് വെക്കണത്, കാലിൽ നീരും വേദനയാണ്. അപ്പോൾ നമ്മൾ യൂഷ്വലി നമ്മൾ ആ വെയിൻസ് പ്രോമിനൻ്റ് ആവണ മുമ്പ് തന്നെ നമുക്ക് കാലിൽ നീരും വേദനയാണ് ഇൻഡിക്കേഷൻ. പക്ഷെ അത് എല്ലാ കാലിൽ നീരും വേദനയും വെരിക്കോസും നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഷുഗറുള്ള പേഷ്യൻ്റ് അത് ഡയബറ്റിക് സെല്ലുലൈറ്റിസ് എന്ന് പറഞ്ഞ ഒരു കണ്ടീഷൻ ഉണ്ട്. അപ്പോൾ അതായിരിക്കാം. അല്ലെങ്കിൽ കാലിൽ രക്തസഞ്ചാരം തന്നെ കുറവായിരിക്കാം. അപ്പോൾ അങ്ങനത്തെ പേഷ്യൻസിനും പെയിൻ ഉണ്ടാവും. പക്ഷേ ഈ നീര് വെക്കണതും പെയിനും ഈ ഒരു കോമ്പിനേഷൻ വന്ന് വെരിക്കോസിന് ഒരു പ്രത്യേകതയാണ്. പിന്നെ അത് യൂഷ്വലി നമുക്ക് വന്ന് ഒരു കാലിലാണ് എഫക്ട് ചെയ്യണത്. ഇപ്പോൾ നമുക്ക് രണ്ട് കാലിൽ നീര് വെക്കുകയാണെങ്കിൽ വെരിക്കോസിൻ്റെ ചാൻസസ് വളരെ കുറവാണ്. അത് ഹാർട്ട് ഡിസീസാണ് ഇൻഡിക്കേറ്റ് ചെയ്യണം, ഹാർട്ട് അല്ലെങ്കിൽ കിഡ്നീസിൻ്റെ ഡിസീസാണ്. പക്ഷെ ഒരു കാലിൽ നീരും പിന്നെ വേദനയും അങ്ങനെ ഉള്ളവർക്ക് വെരിക്കോസ് ആണ് നമ്മൾ സസ്പെക്ട് ചെയ്യണത്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ, നമുക്ക്. ഹലോ, നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഞാൻ ഫോക്കസിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഞാൻ റോയ് വർഗീസ് ഡോക്ടറിന്റെ ട്രീറ്റ്മെന്റിലാണ്. അപ്പോ എനിക്കൊരു 10-12 കൊല്ലമായി ഈ വെരിക്കോസിന്റെ പ്രോബ്ലം വന്നിട്ട് ഞാൻ അമൃതയിൽ കാണിച്ചു. അപ്പോ കംപ്രഷൻ സ്റ്റോക്കിൻസ് ഇടാൻ പറഞ്ഞ് ഞാൻ ഇത്രയും ബുദ്ധിമുട്ടാണെന്ന് തോന്നിയില്ല. അതിനുശേഷം ലക്ഷ്മി ഹോസ്പിറ്റലിൽ റോയ് വർഗീസ് ഡോക്ടർ ഉണ്ടായിരുന്നപ്പോ കാണിച്ച് അത് കണ്ണയുടെ ഭാഗത്ത് ഒരു മുറിവ് വന്നിട്ട് ഉണങ്ങുന്നില്ല. എനിക്ക് ഷുഗറും ഇല്ല. അപ്പൊ ഞാൻ വെച്ചിട്ടിരുന്നിട്ടാണ് പിന്നീട് മുറിവ് ഉണങ്ങുന്നില്ല. അങ്ങനെയാണ് ഈ ഡോക്ടർ നല്ലതാണെന്ന് പറഞ്ഞിട്ട് അവിടെ കൊണ്ടുപോയി കാണിച്ചു. 2 ആഴ്ചക്കുള്ളിൽ മാറിയെങ്കിലും കംപ്രഷൻ സ്റ്റോക്കിംഗ് ക്ലാസ് 2 ഇടാൻ പറഞ്ഞിട്ടുണ്ട്. അത് പിന്നീട് എനിക്ക് സോക്സ് 6 മാസത്തിനുള്ളിൽ എനിക്ക് മാറ്റാൻ പറ്റുന്നില്ല. അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞാൽ പ്രോബ്ലം വരുമോ? തീർച്ചയായിട്ടും. എന്ന് വെച്ചാൽ ഈ കംപ്രഷൻ സ്റ്റോക്കിങ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഒരു നമ്മൾ നോർമൽ സോക്സ് പോലത്തെ അല്ല. ഇതിൽ വന്ന ഒരു പ്രഷർ, അത് ഓൾറെഡി അത് പ്രഷറുള്ള ഒരു സോക്സ് ആണ് അത്. അപ്പോൾ ആ സോക്സിൻ്റെ എലാസ്റ്റിസിറ്റി എന്ന് വെച്ചാൽ അതിൻ്റെ ആ ഫംഗ്ഷൻ വന്ന് നമുക്ക് ഈ 6 മാസത്തേക്ക് ശേഷം ആ സോക്സ് നമുക്ക് ലൂസായി പോകും. പിന്നെ അത് ഇട്ടിട്ട് നമുക്ക് അതിൽ നിന്ന് ഒരു ഗുണവും കിട്ടില്ല. അപ്പോൾ ഈ സോക്സ് നമ്മളിങ്ങനെ പീരിയോഡിക്കലി മാറ്റിക്കൊണ്ടിരിക്കണം. അത് അതെ. അപ്പൊ പിന്നെ കണ്ണട മറ്റേ മുറിവിന്റെ അവിടെ എനിക്ക് പ്രോബ്ലം ഒന്നും ഇപ്പൊ ഇല്ല. ഇപ്പഴത്തെ സൈഡിൽ ഇങ്ങനെ കറുത്ത പാട് വരുന്നുണ്ട് കണ്ണല്. അപ്പൊ ഞാൻ ഈ സർവങ്കാസനം പോലെ ബെഡിൽ കിടന്നിട്ട് കാലിങ്ങനെ മുകളിലേക്ക് വെച്ചിട്ട് യോഗ പോലെ ഡെയിലി 2 പ്രാവശ്യം ചെയ്യാറുണ്ട്. 10 മിനിറ്റ് ആയിട്ട് രാത്രിയും പകലുമായിട്ട് നേരം വെളുക്കുമ്പോഴൊക്കെ. അപ്പൊ അങ്ങനെയൊക്കെ വരുമ്പോൾ സുഖം കിട്ടുന്നുണ്ട്. പെരലില് മുറിവ് വരുന്നുണ്ട്. അതെന്ത് ചെയ്യും? ആ കാലില് ഇതിനു മുമ്പ് ട്രീറ്റ്മെന്റ് എടുത്തിട്ടുണ്ടോ വാരിക്കോസ് വെയിന്? ഈ പറയുന്ന
ഒരു കാലിൽ എടുത്തിട്ടുണ്ടായിരുന്നു. തൊട്ടിപ്പുറത്തെ കാലിലും വന്നപ്പോ ഡോക്ടർ 2 കാലിലും കംപ്രഷൻ സ്റ്റോക്കിങ്സ് ഇടാൻ പറഞ്ഞു. ആ മറ്റേ കാലില് വല്ല സ്കാൻ അങ്ങനത്തെ വല്ലതും ചെയ്തിട്ടുണ്ടോ? ഈ ഡോപ്ലർ ഒന്നും ചെയ്തിട്ടില്ല. അത് നിങ്ങൾ ആദ്യം ഡോപ്ലർ സ്കാൻ എടുത്ത് നോക്കണം. ഇപ്പൊ ഈ പറയുന്ന കംപ്രഷൻ സ്റ്റോക്കിങ്സോ അല്ലെങ്കിൽ ഈ കാല് പൊക്കണതോ ഒന്നും നമുക്ക് സിംറ്റംസ് എന്ന് വെച്ചാൽ അതിനുള്ള ആ ഒന്ന് ഇടയ്ക്ക് ആ നീരൊന്ന് കുറഞ്ഞു കിട്ടാനും അല്ല വേദന കുറഞ്ഞു കിട്ടാനും മാത്രമാണ്. പക്ഷെ അതുകൊണ്ട് മുറിവ് ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ ആ കാലിലേക്ക് ആദ്യം ഡോപ്ലർ സ്കാൻ എടുക്കണം. അതിന് വെരിക്കോസ് വെയിൻ ഉണ്ടെങ്കിൽ അത് ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നമുക്കിത് മുറിവ് ഉണങ്ങി കിട്ടുള്ളൂ. പാദത്തിൽ എവിടെ വേണമെങ്കിലും ഇതുകൊണ്ട് മുറിവ് ഉണ്ടാവാം. വിരലില് മാത്രമാണ്. വിരലെന്ന് പറഞ്ഞാൽ എനിക്ക് അടുപ്പിച്ചിരിക്കുന്നോണ്ട് ഡോക്ടർ പറഞ്ഞ് ഇടയില് പഞ്ഞികൾ വെച്ചിട്ട് വേണം കഴിഞ്ഞ് പഞ്ഞികൾ വെച്ചിട്ട് വേണം വെക്കാനെന്ന് പറഞ്ഞു. അതെ അതെ. അപ്പോ അത് പ്രോബ്ലം ആവുമോ പിന്നീട്? പ്രോബ്ലം എന്ന് വെച്ചാൽ നിങ്ങൾ ഒരു ഡോപ്ലർ സ്കാൻ എടുക്കണമായിരിക്കും നല്ലത്. എന്നാലേ നമുക്ക് വാരിക്കോസിന്റെ ഏത് ലെവലാണെന്ന് നമുക്ക് അറിയാൻ പറ്റും. എന്ന് വെച്ചാൽ നമുക്ക് വാരിക്കോസിന്റെ ട്രീറ്റ്മെന്റ് നമുക്ക് 2 ഭാഗമായിട്ടുണ്ട്. ഒന്ന് നമുക്ക് ഓപ്പൺ സർജറി ആയിട്ടും പിന്നെ ലേസർ സർജറി ആയിട്ടും. നമ്മൾ ഒരു സ്റ്റേജ് കഴിഞ്ഞു പോയെങ്കിൽ പിന്നെ ലേസർ സർജറി ചെയ്യണ ബുദ്ധിമുട്ടാവും. അപ്പോൾ നിങ്ങൾ ഏർലി സ്റ്റേജിൽ തന്നെ പോയിട്ട് ഒരു സ്കാൻ എടുത്ത് അതിന്റെ സ്റ്റേജ് എന്താണെന്ന് മനസ്സിലാക്കിയെങ്കിൽ നമുക്ക് അത് ട്രീറ്റ്മെന്റ് ചെയ്യാൻ എളുപ്പമായിരിക്കും. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ വെരിക്കോസ് വെയിൻ പൊട്ടിക്കഴിഞ്ഞ് കാലുകൾക്കുള്ളിൽ തന്നെ ബ്ലീഡിംഗ് ഉണ്ടാകുന്നുണ്ട്. ഇതെങ്ങനെയാണ് പ്രിവെന്റ് ചെയ്യാൻ കഴിയുക? അല്ലെങ്കിൽ ചികിത്സ എന്താണ്? ഈ വെരിക്കോസ് വെയിൻ്റെ മോസ്റ്റ് കോമൺ കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഈ ബ്ലീഡിംഗ് ആണ്. ആൾക്കാർ പേടിച്ചു പോകുന്നതും വീട്ടിൽ പെട്ടെന്ന് കാല് എവിടെയെങ്കിലും തട്ടി മുട്ടിയെ പൊട്ടുമ്പോൾ ഒരുപാട് ബ്ലീഡിംഗ് ഉണ്ടാകും. ആ സമയത്ത് പേടിക്കാനില്ല. ആദ്യത്തെ 2 കാര്യം ചെയ്യാനുണ്ട്. ആദ്യത്തെ കാര്യം കുറച്ച് കോട്ടൺ എടുത്ത് ഈ ബ്ലീഡിങ് എവിടെ വന്നോ അവിടെ പ്രഷർ വെച്ചിട്ട് നല്ലോണം അമുക്തി പിടിക്കുക. രണ്ടാമത്തെ കിടന്നിട്ട് കാല് പൊക്കി പിടിക്കുക. ഒരു പൊക്കി പിടിക്കുമ്പോൾ ഒരു 10 അല്ലെങ്കിൽ 15 മിനിറ്റിൽ ഈ ബ്ലീഡിങ് കുറഞ്ഞു കിട്ടും. എന്നിട്ട് അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി കാണിക്കാനായിരിക്കും കറക്റ്റ് വേ. കോൾ ഉണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം ഡോക്ടർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് അജിത്ത് എന്ന് പറയും സാർ, ആലപ്പുഴ മണ്ണഞ്ചേരി എന്ന് വിളിക്കും. ഡോക്ടറോട് ചോദിച്ചോളൂ. അതെ, നമസ്കാരം ഡോക്ടർ. പറഞ്ഞോളൂ അജിത്ത്. ഡോക്ടർ, എന്റെ വൈഫിന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ വിളിച്ചതേ. പറഞ്ഞോളൂ. എന്റെ വൈഫ് 42 വയസ്സുണ്ട്, ടീച്ചറാണ്. വീട്ടില് സാമാന്യം ജോലിയുണ്ട്, രാവിലെ എല്ലാ കാര്യങ്ങളും ഒക്കെ ചെയ്യണം. അപ്പൊ വലത്തെ കാലില് മുട്ടിന് താഴെയായിട്ട് വെരിക്കോസ് ഫോം ചെയ്തിട്ടുണ്ട്. കാലില് ഞരമ്പ് പിടച്ച് നന്നായിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇടയ്ക്ക് പെയിൻ പറയുന്നുണ്ട്. അപ്പൊ അത് പിന്നെ ഇത് കൂടുതൽ ബഡ്ജറ്റ് വരുന്ന ഒരു രീതി കാണുന്നുണ്ട്. അപ്പൊ അതിന് എന്താ ഈ മെഡിസിൻ എന്നതിനൊക്കെയുള്ള ഒരു ജീവിതശൈലിയിലും ദിനചര്യയിലും അങ്ങനെ ഒരു ക്രമീകരണം വരുത്തണം എന്നുള്ളത് ചോദിക്കായിരുന്നു. ആദ്യത്തെ കാര്യം, നിങ്ങളുടെ വൈഫ് ടീച്ചറായതുകൊണ്ട് ഈ വെരിക്കോസ് എന്ന് പറഞ്ഞ ഒരു പ്രൊഫഷണൽ ഡിസീസാണ്. എന്ന് വെച്ചാൽ ഈ ഒരുപാട് സമയം നിന്ന് ജോലി ചെയ്യുന്നവർക്കാണ് കോമൺ ആയിട്ട് വരുന്നത്. ഇപ്പം നമ്മൾ ടീച്ചേഴ്സ് അല്ലെങ്കിൽ ലെക്ചറേഴ്സ് അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസ് ഇങ്ങനത്തെ ആൾക്കാർക്കാണ് ഇത് കൂടുതൽ വരുന്നത്. സോ അവർക്ക് വന്നത് അത് ഒരു നോർമലാണ്. ഈ ടീച്ചേഴ്സ്മാർക്ക് കുറേ പേർക്ക് ഈ വെരിക്കോസിന്റെ കംപ്ലൈന്റ് ഉണ്ട്. ഇപ്പൊ എത്ര കൊല്ലം നിങ്ങളുടെ വൈഫിന്റെ കാലിൽ ഈ ഞരമ്പ് കണ്ടിട്ടത്? ഇപ്പൊ ഒരു വർഷം കഴിഞ്ഞു. അപ്പൊ വേദന മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അവർക്ക് വേറെ വല്ല ബുദ്ധിമുട്ടുണ്ടോ? അത് ചില സമയത്ത് മാത്രമേ ഇത് പ്രൊജക്ട് ചെയ്ത് വരുന്നുള്ളൂ, ചില സമയത്ത് മാത്രമേ വരുന്നുള്ളൂ. അപ്പൊ ഈ നമ്മൾ ഒരുപാട് സമയം 2 അല്ലെങ്കിൽ 3 മണിക്കൂർ നിൽക്കുമ്പോഴാണ് നമുക്ക് ഈ വെയിൻസ് പ്രോമിനന്റ് ആയി വന്നത്. ഇത് ഇപ്പൊ ഏർലി സ്റ്റേജ് ആണ്. അപ്പൊ നിങ്ങൾക്ക് ഐഡിയലി ഇപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെങ്കിൽ ഒരു ഡോപ്ലർ സ്കാൻ എന്ന് പറയും, വീനസ് ഡോപ്ലർ എന്ന് പറയും, എന്ന സ്കാൻ എടുത്ത് നോക്കണം. എന്നാൽ നമുക്ക് മുട്ടിന്റെ താഴത്താണ് ഇത് പുറത്ത് കാണുന്നത്. പക്ഷെ വെരിക്കോസ് തുടങ്ങണം നമുക്ക് ഈ കാലിന്റെ തുടക്കം തൊട്ട് താഴത്തേക്കാണ് വെരിക്കോസ് തുടങ്ങണം. പക്ഷെ തുടയിൽ ഈ മസിൽസ് ഒക്കെ വളരെ തിക്കായതുകൊണ്ട് നമുക്കത് പുറത്ത് കാണില്ല. മുട്ടിന്റെ താഴത്തേക്കാണ് നമുക്ക് പുറത്ത് കാണുന്നത്. അപ്പോൾ ആ ഫുൾ കാലിന്റെ ഒരു ഡോപ്ലർ സ്കാൻ എടുക്കണം നമുക്ക് ആദ്യം. അതിനുശേഷം അത് ഏത് ലെവലിലാണ് ഉള്ളതെന്ന് നമ്മൾ നോക്കിയിട്ട് അതിന് ട്രീറ്റ്മെന്റ് വെക്കും. ഇപ്പോൾ നിങ്ങൾ പറയണ വെച്ച് നോക്കുമ്പോൾ അത് എർലി സ്റ്റേജ് ആയിരിക്കാം. പക്ഷെ അതുകൊണ്ട് നമുക്കത് ലേസറിൽ തന്നെ സുഖമായിട്ട് ചെയ്യാം. അത് ഒരു ദിവസത്തെ സർജറിയാണ്. അടുത്ത ദിവസം തൊട്ട് തന്നെ നമുക്ക് ജോലിക്ക് പോയി തുടങ്ങാം. ഒരു കുഴപ്പവും ഉണ്ടാവില്ല. അതെ 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 അതെ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ. ഡോക്ടർ ലൈവ് അല്ലേ? അതെ, ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. സാറേ, ഞാൻ എന്റെ ഉമ്മാക്ക് വേണ്ടിയാണ് വിളിച്ചത്. പറയൂ. പിന്നെ എന്റെ ഉമ്മാക്ക് വെരിക്കോസിന്റെ കാലിലിങ്ങനെ ഞരമ്പ് ഇങ്ങനെ തടിച്ച് വന്നു. എന്നിട്ട് ഇങ്ങനെ കോഴിക്കോട് വിംസ് കാണിച്ചിട്ട് പിന്നെ പറഞ്ഞു ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ റോജൻ കുരുവിള എന്ന സാറാണ്. അപ്പൊ കാണിച്ചിട്ട് ഇങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞ ഓപ്പറേഷൻ ചെയ്തു. അപ്പൊ അതൊക്കെ ചെയ്തെല്ലാം കഴിഞ്ഞിട്ട് ഇപ്പൊ ഇടക്കിടക്ക് ബ്ലഡ് ഇങ്ങനെ വരികയാണ്. ഇങ്ങനെ നരമ്പ് പൊട്ടിയിട്ട് ബ്ലഡ് ഇങ്ങനെ വരിക. ഉമ്മയ്ക്ക് എത്ര കൊല്ലമായിട്ട് കുഴപ്പമുണ്ട്? എപ്പോ തുടങ്ങിയതാണിത്? ഇത് കുറച്ച് പഴക്കമുണ്ട്. ഉമ്മാക്കൊരു
പിന്നെ ഇപ്പം ഒരു ഉമ്മാക്ക് ഒരു 65 വയസ്സായിട്ടുണ്ടാവും. പിന്നെ ഒരു 40-45 വയസ്സിലേ ഉള്ളതാണ്. അപ്പൊ ഡോക്ടർ ഇങ്ങനെ ചോദിച്ചപ്പോ പിന്നെ അപ്പൊ ഡോക്ടർ എങ്ങനെ ഓപ്പറേഷൻ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ ചെയ്ത് എന്റെ കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞു. ഇപ്പൊ ഇടക്കിടക്ക് ബ്ലഡ് ഇങ്ങനെ പോവുക, പിന്നെ പെട്ടെന്നുണ്ട് പൊട്ടിയുണ്ട് പോവുക, പിന്നെ ഒരു ഭയങ്കര ചൊറിച്ചിലാണ്, ഭയങ്കര കാലം ഇങ്ങനെ ചൊറി. അപ്പൊ ചൊറിയൊന്നും ചെയ്യും. അപ്പൊ ഉമ്മ ചൂടുള്ളടുത്ത് ഇങ്ങനെ കഴുകി കഴിഞ്ഞാല് പിന്നെ ഭയങ്കര ഒരു സഞ്ചാരാണ്. അപ്പൊ ആ ഡോക്ടറെ അടുത്ത് പോയി ഞങ്ങൾ കാണിച്ചു, ഓയിൽമെന്റ് ചെയ്ത്. എന്നാലും ഇടക്കിടക്ക് തന്നെ മുറിയാവുക, ഭയങ്കര കടച്ചിലാണ് കാല്. പിന്നെ എന്തേലും ഒരു ഈ വാരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു ട്രീറ്റ്മെന്റും നമുക്ക് 100% റിസൾട്ട് തന്നെ ട്രീറ്റ്മെന്റ് അല്ല. ഏത് ലേസർ ആയാലും ശരി, അത് ഓപ്പൺ സർജറി ആയാലും ശരി, അത് നമുക്ക് 100 പേർക്ക് ചെയ്തെങ്കിൽ ഒരു 90 പേർക്കേ സക്സസ് ആവുള്ളൂ. ഒരു 10% എന്ന് വെച്ചാൽ ഒരു 10 പേർക്ക് അത് തിരിച്ചു വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ ഈ പറയണ വെച്ച് കേൾക്കുമ്പോൾ കുറച്ച് വാരിക്കോസ് വെയിൻ്റെ സിംറ്റംസ് ഉണ്ട് ഉമ്മയ്ക്ക് കാലിനും. അപ്പോൾ ഈ ഡോപ്ലർ സ്കാൻ എന്ന് പറഞ്ഞ സ്കാൻ ഒന്നും കൂടെ എടുത്തിട്ട് അവിടെ മിക്കവാറും മുട്ടിന്റെ താഴത്തായിരിക്കും ഇതിന് കുഴപ്പം കാണുന്നത്. ആ മുട്ടിന്റെ താഴത്തുള്ള ആ വാരിക്കോസ് വെയിൻ നമുക്ക് സ്ക്ലീറോതെറപ്പി എന്ന് പറഞ്ഞ ഒരു ട്രീറ്റ്മെന്റ് ഉണ്ട്. എന്ന് വെച്ചാൽ നമ്മളൊരു മരുന്ന് ഈ വെയിനിലേക്ക് ഇഞ്ചക്ട് ചെയ്തിട്ട് ആ വെയിൻ നമ്മൾ ബ്ലോക്ക് ചെയ്ത് കൊടുക്കും. അപ്പൊ ആ ട്രീറ്റ്മെന്റ് ചെയ്തെങ്കിൽ ഉമ്മയ്ക്ക് കുറച്ചും കൂടെ ഈ പറയുന്ന കംപ്ലൈൻസ് ഒക്കെ ഒന്ന് കുറവായി കിട്ടും. അത് വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഇത് തിരിച്ചറിയാനുള്ള ടെസ്റ്റിനെ കുറിച്ച് ഡോക്ടർ പറഞ്ഞു, ഡോപ്ലർ സ്റ്റഡി. ഇതെന്താണെന്ന് വിശദീകരിക്കാം? ഡോപ്ലർ സ്റ്റഡി എന്ന് പറയുന്നത് നമ്മൾ കാലിൽ വെച്ച് നോക്കിയിട്ട് നമുക്ക് വാരിക്കോസ് വെയിൻ എന്ന് പറഞ്ഞ ഒരു സിംഗിൾ വെയിൻ ആണ്. വെയിൻ എന്ന് വെച്ചാൽ ഒരു പൈപ്പ് പോലത്തെ ഒരു ചാനലാണ്. നമ്മുടെ കാലിന്റെ തുടക്കം തൊട്ട് അത് പാദം വരെ പോകും. പക്ഷേ ഈ വെയിൻ നമുക്ക് മുട്ട് വരെ ഒരു സിംഗിൾ ചാനലായിട്ടാണ് വന്നത്. മുട്ടിന്റെ താഴത്തേക്ക് പോകുമ്പോൾ അതൊരു മൾട്ടിപ്പിൾ ചാനൽ എന്ന് വെച്ചാൽ ഒരു കുറേ ബ്രാഞ്ച് ആയിട്ട് ഒരു 50-60 ബ്രാഞ്ച് ആയിട്ട് അത് സ്പ്ലിറ്റ് ആയി പോകുന്നതാണ്. ഇപ്പൊ നമുക്ക് ഈ വാരിക്കോസ് വെയിൻ വന്ന് മുട്ടിന്റെ താഴത്ത് നമുക്ക് കാലിൽ മസിലിന്റെ തിക്നെസ് കുറവായ കൊണ്ട് അവിടെയാണ് ആദ്യം നമുക്ക് അറിയണത്. മുട്ടിന്റെ മുകളിലാണ് ഇതിന്റെ മെയിൻ ചാനൽ ഉള്ളത്. അപ്പൊ നമുക്ക് ഈ ട്രീറ്റ്മെന്റ് ആൾക്കാർ പറയുന്നത് ഞാൻ ട്രീറ്റ്മെന്റ് എടുത്തു പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു വന്നു എന്ന് പറയുന്നത് അവർ മുട്ടിന്റെ താഴത്തായിരിക്കും ട്രീറ്റ്മെന്റ് എടുത്തത്. അപ്പൊ മുട്ടിന്റെ താഴത്ത് ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞ 50 അല്ലെങ്കിൽ 60 വെയിൻസിൽ ഏതെങ്കിലും ഒരു 20 അല്ലെങ്കിൽ 30 വെയിൻസ് ആയിരിക്കും അവർ ട്രീറ്റ്മെന്റ് കവർ ആയത്. ബാക്കി 20 എണ്ണം അവിടെ നോർമലായിട്ട് ഇരിക്കുന്നത് അത് തിരിച്ച് വാരിക്കോസ് ആയിട്ട് മാറാൻ എപ്പോഴും സാധ്യതയുണ്ട്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം ഡോക്ടർ, ഞാൻ ഹമീദ് എന്ന് പറയും, അടിച്ചറ, കോട്ടയം. ഡോക്ടറോട് ചോദിച്ചോളൂ. സാറേ, ഞാൻ എനിക്കെന്റെ കാലിന് നരമ്പ് ഇതുപോലെ വല്ലാതെ പിടച്ചിരിക്കുക. ഞാൻ ഇതുപോലെ മരുന്നുകളൊന്നും മേടിച്ചിട്ടില്ല. പറഞ്ഞോളൂ. ഹലോ, പറഞ്ഞോളൂ. സാധാ ഞാൻ കാലിന്റെ നരമ്പ് വല്ലാതെ പിടച്ചിരിക്കുക. ഞാൻ ഇതുപോലെ മരുന്നുകളൊന്നും മേടിച്ചിട്ടില്ല. ഞാൻ അടിച്ചറ എന്ന് പറയുന്ന കവലയുടെ ഒരു ചെറിയൊരു ചായക്ക് നടത്തുന്ന ആളാ. കാലിന് വേദനയോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല. ഇതുപോലെ മരുന്നുകളൊന്നും മേടിച്ചില്ല. പക്ഷെ കാലിന് ഇപ്പൊ ഒരു കറുപ്പ് നിറം വരുന്നുണ്ട്. എത്ര കൊല്ലമായിട്ടുണ്ട് ഇത് കണ്ടു തുടങ്ങിയിട്ട് നിങ്ങൾ? ഏകദേശം ഒരു 10-25-30 വർഷത്തോളം ആയിപ്പോ. അത് നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കണായിരിക്കും നല്ലത്. നിങ്ങൾ ചായക്കട നടത്തുന്നതല്ലേ പറഞ്ഞത്. അപ്പൊ നിങ്ങൾ നിന്നുകൊണ്ടാണ് ജോലി ചെയ്യണ, കാലത്തോട്ട് വൈകിട്ട് വരിക്കും. അതിനെ നിങ്ങൾക്ക് ഒരു രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമുക്ക് കടയുള്ളതാണ്. അതുകൊണ്ട് നിന്നോണ്ട് ജോലി ചെയ്യണ കൊണ്ടാണ് നിങ്ങൾക്ക് കുഴപ്പം വന്നിരിക്കണത്. പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഒരു സ്കാൻ എടുത്തേ പറ്റൂ. നിങ്ങൾ കാല് കറുത്ത് തുടങ്ങിയെന്നാണ് ഇപ്പൊ പറഞ്ഞ എന്നോട്. അപ്പൊ കാല് കറുത്ത് തുടങ്ങി എന്ന് പറയുമ്പോൾ നമ്മുടെ വാരിക്കോസിന്റെ കുറച്ചും കൂടെ അഡ്വാൻസ് സ്റ്റേജിലേക്ക് പോവുകയാണ് നമ്മൾ. അപ്പൊ ഈ സമയത്ത് നമ്മൾ ട്രീറ്റ്മെന്റ് എടുത്തില്ലെങ്കിൽ കാലില് വല്ല സ്ഥലത്ത് പൊട്ടിയാലോ മുറിവുണ്ടായാലോ നിങ്ങൾക്ക് ഉണങ്ങാൻ ബുദ്ധിമുട്ടുണ്ടാവും. അറ്റ് സെയിം ടൈം കുറെ ബ്ലീഡിങ്ങും വരാനുള്ള ചാൻസ് ഉണ്ട്. വിളിച്ചതിന് നന്ദി ഡോക്ടർ. ഈ വെരിക്കോസ് വെയിൻ പൊട്ടിക്കഴിഞ്ഞാൽ അത് ഇൻഫെക്ഷനായി മാറാനുള്ള സാധ്യതയുണ്ടോ? തീർച്ചയായിട്ടും. നമുക്ക് ആ മുറിവ് കാലിൽ ഉണ്ടാവണം. മുറിവ് ഇപ്പോൾ കാലെന്ന് പറഞ്ഞാൽ ഒരു വളരെ അശുദ്ധമായ ഒരു ഏരിയ ആണ് ബോഡിയിൽ നമുക്ക്. അപ്പോൾ ആ സ്ഥലത്ത് മുറിവ് ഉണ്ടായെങ്കിൽ ഇൻഫെക്ഷൻ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പിന്നെ അവിടെ നിന്ന് നമുക്കത് മുകളിലേക്ക് സ്പ്രെഡ് ആവും. നമ്മുടെ പാദത്തിലേക്കും കാലിൻ്റെ മുകളിലേക്കും സ്പ്രെഡ് ആയിട്ട് ഒരു സ്റ്റേജ് കഴിയുമ്പോൾ പേഷ്യൻസിന് അത് കാല് നിലത്ത് കുത്താൻ പറ്റാത്ത ഒരു സ്റ്റേജിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. ഞരമ്പ് പൊന്തുക മാത്രമല്ല, കോളർ പറഞ്ഞ പോലെ കളർ വരുന്നുണ്ട്, പിന്നെ ചൊറിച്ചിലുണ്ട്. ഇതൊക്കെ ഇതിന്റെ ലക്ഷണങ്ങളാണ്. അതെ, എന്ന് വെച്ചാൽ വാരിക്കോസ് വെയിൻ നമ്മൾ ബ്ലഡ് മുകളിലേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ഈ വാരിക്കോസ് വെയിൻ വന്നത്. അപ്പൊ ഈ ബ്ലഡ് ഈ പാദത്തിന്റെ ചുറ്റിലും ഇങ്ങനെ അവിടെ ബ്ലോക്ക് ആയി കിടക്കുവാണ്. അപ്പൊ നമ്മുടെ ബ്ലഡ് എന്ന് പറയുന്ന ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് അയൺ ആൻഡ് പ്രോട്ടീൻ ആണ്. അപ്പൊ ഈ അയൺ വന്ന് നമ്മുടെ ബ്ലഡ് അവിടെ ബ്രേക്ക് ആയിട്ട് ഈ അയൺ ഡെപ്പോസിറ്റ് ഈ കാലിന്റെ സ്കിന്നിലേക്ക് ആവണതാണ് നമുക്ക് ഈ കറുത്ത കളറായിട്ട് കാണുന്നത്. പിന്നെ ഈ അയൺ ഡെപ്പോസിറ്റ് കാലിന്റെ മുകളിലേക്ക് വരുമ്പോഴും ചൊറിച്ചിലുണ്ടാവും. ഇപ്പൊ ഈ കളർ മാറും, പിന്നെ ചൊറിച്ചിലും വന്ന് ഈ അയൺ ബ്ലഡിലുള്ള ഈ അയൺ കണ്ടന്റ് കൊണ്ട് വന്നതാണ്. ഒരു കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ. ഹലോ, നമസ്കാരം സാർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നെയ്യാറ്റിങ്കര പുഴുക്കുന്നിന്നാണ്. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ നമസ്കാരം. നമസ്കാരം, പറഞ്ഞോളൂ.
സാർ എന്റെ കാലില് മുറിവ് വന്നിട്ട് പെട്ടെന്ന് കരിയുന്നില്ല. ചെറിയ രീതിയിൽ വെരിക്കോസാണ്. അത് കാല് ആ ഭാഗം പാദത്തിന്റെ ശകലം മുകളിലായിട്ട് നല്ല കറുപ്പുണ്ട്. അത് ഞാൻ ഒരുപാട് ഓയിൽമെന്റ് ഒക്കെ ഇടുന്നുണ്ട്, ഒന്നും ഒരു അറമ്പാവില്ല. നിങ്ങൾ വാരിക്കോസ് വെയിന്റെ മറ്റേ സ്കാനോ കാര്യങ്ങളോ വല്ലതും ചെയ്തിരുന്നോ ഇതിനു വേണ്ടി? ഇല്ല സാർ, ഇല്ല. നിങ്ങൾ അത് ചെയ്യണം. എന്ന് വെച്ചാൽ നമുക്ക് ഈ മുറിവ് വന്ന് നിങ്ങൾ എത്ര മരുന്ന് കഴിച്ചാലോ അല്ലെങ്കിൽ ഓയിൻമെന്റ് വെച്ചാലോ ആ വെരിക്കോസ് കറക്റ്റ് ആവാണ് നിങ്ങൾക്ക് ഈ മുറിവ് ഉണങ്ങാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പം നിങ്ങൾ ആ വെരിക്കോസിന്റെ ആ മുട്ടിന്റെ മുകളിലോ അല്ലെങ്കിൽ മുട്ടിന്റെ താഴത്തോ നിങ്ങൾക്ക് എവിടെ വെരിക്കോസ് ഉള്ളതോ അതിനുള്ള ട്രീറ്റ്മെന്റ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ട്രീറ്റ്മെന്റ് എടുത്ത ശേഷം ഒരു 6 ആഴ്ചയെങ്കിലും പിടിക്കും നമുക്ക് ഈ മുറിവ് ഉണങ്ങി കിട്ടാൻ. അല്ലാണ്ട് ഈ മുറിവിന് മാത്രമായിട്ട് നിങ്ങൾ ഓയിൻമെന്റോ മരുന്നോ കഴിച്ചെങ്കിൽ നിങ്ങൾക്ക് ആ മുറിവ് ഉണങ്ങി കിട്ടുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ ലൈവിൽ മറ്റൊരു ഇടവേളയാണ്. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ കോൾ ഉണ്ട്. ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് പ്രേമൻ, താമരശ്ശേരി. ഡോക്ടറോട് ചോദിച്ചോളൂ. ഇത് വെരിക്കോസ് വെയിന് ഓപ്പറേഷൻ അല്ലാതെ മറ്റു ചികിത്സകൾ എന്തെല്ലാം ഉണ്ട് എന്നുള്ളതാണ് ചികിത്സ തരാവുന്നത്. വെരിക്കോസ് വെയിന് നമുക്ക് സർജിക്കൽ ഓപ്ഷനേ ഉള്ളൂ. പക്ഷെ സർജറിയിൽ പറയണ പോലെ ഓപ്പൺ സർജറി മാത്രമല്ല, നമുക്ക് ലേസർ സർജറി ഉണ്ട്. ലേസർ സർജറി അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബലേഷൻ എന്ന് പറയും. ഇങ്ങനെ 2 ടൈപ്പ് സർജറി ഉണ്ട്. ഈ 2 ടൈപ്പ് സർജറി നമുക്ക് കാലില് സ്റ്റിച്ചോ അങ്ങനെ മാർക്കോ ഒന്നും ഉണ്ടാവില്ല. ഇത് ചെറിയൊരു കീ ഹോൾ വെച്ച് ചെയ്യുന്ന സർജറിയാണ്. പക്ഷെ ഇത് എല്ലാ കേസും നമ്മൾ ചെയ്യാൻ പറ്റില്ല. നമുക്ക് വാരിക്കോസ് വെയിൻ ആദ്യമേ മനസ്സിലാക്കിയിട്ട് ആ സ്റ്റേജിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് അഡ്വാൻസ് സ്റ്റേജ് ആയെങ്കിൽ നമുക്ക് പഴയ പോലെ ഓപ്പൺ സർജറി തന്നെ ചെയ്യേണ്ടി വരും. അത് വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വെരിക്കോസ് വെയിന് ചികിത്സയ്ക്ക് ശേഷം വേദന ഉണ്ടാകുന്നുണ്ടോ ആ കാലുകൾക്ക്? ചികിത്സയ്ക്ക് ശേഷം നമുക്ക് ഈ പറയുന്ന കംപ്രഷൻ സ്റ്റോക്കിങ്സ്, ഇപ്പോൾ ഒരു പേഷ്യന്റ് പറയണ കേട്ടു, നമ്മൾ ക്ലാസ് 2 കംപ്രഷൻ സ്റ്റോക്കിങ്സ്, അതൊരു പ്രഷറുള്ള സ്റ്റോക്കിങ്സ് ആണ്. അതിൽ നമുക്കൊരു 23 to 32 മില്ലിമീറ്റേഴ്സ് മെർക്കുറി പ്രഷർഡ് സ്റ്റോക്കിങ്സ് ആണത്. അപ്പോൾ അത് ഡെഫിനറ്റ്ലി ഒരു 2 മാസത്തേക്ക് എന്ത് പ്രൊസീജിയർ കഴിഞ്ഞാലും 2 മാസത്തേക്ക് അത് യൂസ് ചെയ്യേണ്ടി വരും. അത് അതിനുശേഷം അവർ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ ഈ ചായക്കട നടത്തുന്ന ആൾക്കാരോ അല്ലെങ്കിൽ ടീച്ചേഴ്സോ അങ്ങനെ ആൾക്കാരാണെങ്കിൽ പകൽ സമയത്ത് ഈ സ്റ്റോക്കിങ്സ് ഇടുന്നത് മസ്റ്റാണ്. അല്ലെങ്കിൽ അവർക്ക് തിരിച്ചും ഈ വേദന അല്ലെങ്കിൽ തിരിച്ചും വാരിക്കോസ് വീണ്ടും വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കോൾ ഉണ്ട് ഡോക്ടർ. നമുക്ക് ഹലോ. ഹലോ, ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? നമസ്കാരം. ചോദിച്ചോളൂ. ഡോക്ടർ, എനിക്ക് 48 വയസ്സായി. പറഞ്ഞോളൂ. അതിന് വെരിക്കോസ് വെയിൻ, അത് ബ്ലീഡിങ് ആവും ഇടയ്ക്കിടയ്ക്ക്. അതിപ്പം വ്രണമായി വരുന്നു കണ്ണിലായിട്ട്. അപ്പം അത് ഇങ്ങനെ ഒരു ഹോമിയിൽ കാണിച്ചപ്പോ അവര് പറഞ്ഞായിരുന്നു സർജറി ചെയ്താലേ മാറുള്ളൂ. അപ്പം ഇപ്പൊ ഭയങ്കര വേദനയൊക്കെ ഉണ്ടായിരുന്നു. നിങ്ങൾ വേറെ സ്കാനോ അങ്ങനത്തെ വല്ലതും ടെസ്റ്റോ വല്ലതും ചെയ്തിരുന്നോ? ഇല്ല, ഒന്നും ചെയ്തിട്ടില്ല. നിങ്ങൾക്ക് അതാണ് ആദ്യം ചെയ്യേണ്ടത്. ഈ ബ്ലീഡിംഗ് എന്നൊക്കെ പറയുന്നത് വന്ന് ആൽമോസ്റ്റ് നമുക്ക് ഒരു ഗ്രേഡ് 4 അല്ലെങ്കിൽ ഗ്രേഡ് 5 വാരിക്കോസ് എന്ന് പറയാം. നമുക്ക് വാരിക്കോസ് 6 ഗ്രേഡ് ഉണ്ട്. അപ്പോൾ ഏകദേശം 4 അല്ലെങ്കിൽ 5 ഗ്രേഡിലേക്ക് എത്തിക്കഴിഞ്ഞത്. അപ്പോൾ ഈ സമയത്ത് നിങ്ങൾ ഒരു സ്കാൻ എടുത്ത് നോക്കുക. പിന്നെ വന്ന് മിക്കവാറും നമ്മൾ 80 to 90% ഇങ്ങനത്തെ കേസുകൾ നമ്മൾ ലേസറിലോ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി അബലേഷൻ എന്ന് പറയുന്ന ഈ ട്രീറ്റ്മെന്റിലാണ് ട്രീറ്റ് ചെയ്യണത്. അപ്പോൾ അത് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് ഈ പറയുന്ന ഈ ബ്ലീഡിങ്ങും ആ കാര്യങ്ങളിൽ നിന്നൊക്കെ കുറച്ച് റിലീഫ് ഉണ്ടാവുള്ളൂ. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, മറ്റൊരു കോളും കൂടി ഉണ്ട്. ഹലോ. നമസ്കാരം സാർ. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ആരാ സംസാരിക്കുന്നത്? ഇത് നടുവണ്ണൂരിനടുത്ത് പുതിയാപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് സന്തോഷ് കുമാർ എന്നാണ് സാർ. ഡോക്ടറോട് ചോദിച്ചോളൂ. സാർ പറഞ്ഞോളൂ സന്തോഷ്. സാർ, എന്റെ ഭാര്യക്ക് കാലിന് ഈ ഞരമ്പ് തടിച്ചിട്ടുണ്ട്. പറഞ്ഞോളൂ. അത് വന്നത് ഒരു ഗർഭിണിയായ സമയത്താണ്. ഒരു ഉരുളനായിട്ട് വന്നതാണ്. പിന്നീട് അതിങ്ങനെ ഞരമ്പ് തടിച്ചതായി മാറി. ആ കാലിന് കടച്ചിലുകളുണ്ട്. അപ്പം ഞങ്ങൾ കോഴിക്കോട് കാണിച്ചിരുന്നു. അപ്പൊ അവിടുന്ന് പറഞ്ഞത് ഒരു ബാൻഡേജ് വാങ്ങിച്ചിടാൻ വേണ്ടിയാ. അതിന് 2000 ചില്ലാൻ ഉറുപ്പ്യ വരും. അപ്പൊ ഞങ്ങളത് ഉപയോഗിച്ചിട്ടില്ല. ഇപ്പൊ ഒരു മരുന്ന് കാണുന്നുണ്ട് പരസ്യമായിട്ട് ഈ വീക്കിലിയിലൊക്കെ. അത് അതിന്റെ കാര്യങ്ങൾ എന്തെല്ലാം സർ? ഇപ്പൊ ഇത് കണ്ടു തുടങ്ങിയിട്ട് എത്ര കാലമായത് വൈഫിന്റെ കാര്യം? ഇത് കണ്ടു തുടങ്ങിയിട്ട് 5-6 വർഷമായി സർ. 5-6 വർഷമായി. അപ്പൊ ഈ നിങ്ങൾ പറയണ ഒന്നാമത്തെ കാര്യം പറഞ്ഞ ഈ സ്റ്റോക്കിങ്സ്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പ്രഗ്നൻസിക്ക് ശേഷം വളരെ കോമൺ ആണ് ലേഡീസിന് വന്നത് ഈ വാരിക്കോസ് വെയിൻ. പക്ഷെ അതിലൊരു 100 പേർക്ക് എടുത്തെങ്കിൽ ഞാൻ പറഞ്ഞ 20 അല്ലെങ്കിൽ 30% 20 അല്ലെങ്കിൽ 30 പേർക്കാണ് ഇത് ഫുൾ വാരിക്കോസ് ആയിട്ട് മാറുന്നത്. ബാക്കി 70% ആൾക്കാർക്ക് തന്നെ അത് കുറഞ്ഞോളൂ. ഇത്
അപ്പൊ പക്ഷേ ആ സമയം വരെ ഈ സ്റ്റോക്കിംഗ് നമ്മളപ്പോ ആ സമയത്ത് നമ്മൾ സർജറി അങ്ങനെ ചെയ്യാറില്ല. അത് തന്നെ കുറവാണോ കൊണ്ട് നമ്മൾ സർജറി അഡ്വൈസ് ചെയ്യാറില്ല അങ്ങനത്തെ പേഷ്യൻസിന്. അപ്പൊ അങ്ങനത്തെ പേഷ്യൻസ് നമ്മൾ ഈ പറയുന്ന കംപ്രഷൻ സ്റ്റോക്കിങ്സ് അത് കുറച്ച് എക്സ്പെൻസീവ് തന്നെയാണ്. ഒരു 2000 അടുത്ത് വരും അതിന്റെ വില. പക്ഷെ അത് യൂസ് ചെയ്തെങ്കിൽ നിങ്ങൾക്ക് ഒരു സർജറി അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അപ്പൊ അത് വാങ്ങി യൂസ് ചെയ്യുന്നതായിരിക്കും കറക്റ്റായ ട്രീറ്റ്മെന്റ് നിങ്ങളുടെ വൈഫിന്. വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഈ വെരിക്കോസ് വെയിൻ ചികിത്സിക്കാതിരുന്നാൽ മറ്റേതെങ്കിലും ഓർഗൻസ് അല്ലെങ്കിൽ അവയവങ്ങളെ ബാധിക്കുന്നുണ്ടോ? അങ്ങനെ ബാധിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. ഈ പറയുന്ന കാലുകൾ മാത്രമാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് എഫക്റ്റ് ആവുന്നത്. അപ്പോൾ വെരിക്കോസ് വെയിൻ്റെ ട്രീറ്റ്മെൻറ്റിന് ആ വെയിൻ ഏതൊരു സർജിക്കലി നമുക്ക് എടുത്ത് കളയുക, അല്ലെങ്കിൽ ലേസർ അല്ലെങ്കിൽ റേഡിയോ ഫ്രീക്വൻസി പറയുന്ന മിനിമലി ഇൻവേസീവ് ട്രീറ്റ്മെൻറ്റ് വെച്ച് നമുക്കത് കത്തിച്ച് കളയാം. ഇത് 2 ഓപ്ഷനാണ്. പക്ഷേ അത് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഈ പറയുന്ന പോലെ കാലിൻ്റെ മുറിവ്, കാലിൻ്റെ കളർ മാറ്റം, പിന്നെ വന്ന് ഈ ബ്ലീഡിങ് ഉണ്ടാവുന്നത്, ഇങ്ങനത്തെ കോംപ്ലിക്കേഷൻ വരും. അല്ലാണ്ട് നമുക്ക് മേജർ ഓർഗൻസ് അങ്ങനെ എഫക്റ്റ് ആകാനുള്ള സാധ്യത വളരെ കുറവാണ്. ഹാർട്ടിലേക്ക് ബ്ലഡ് പമ്പ് ചെയ്യുന്ന വെയിൻ ആണെന്ന് പറഞ്ഞു, അതുകൊണ്ട് ചോദിച്ചാണ്. ഹാർട്ടിലേക്ക് നമുക്ക് കാലിലേക്ക് എടുക്കുമ്പോൾ നമുക്ക് 2 ടൈപ്പ് ഓഫ് വെയിൻസ് ഉണ്ട്. ഒന്ന് നമുക്ക് ഈ ഡീപ്പ് വെയിൻസ് എന്ന് പറയും, ഇനിയൊരെണ്ണം സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയും. ഇപ്പൊ ഡീപ്പ് വെയിൻസ് എന്ന് പറയുന്നത് കാലിന്റെ മസിലിന്റെ അകത്തുള്ളതാണ്. സൂപ്പർഫിഷ്യൽ വെയിൻസ് എന്ന് പറയുന്നത് പുറത്തുള്ളതാണ്. അപ്പൊ നമുക്ക് ഈ പുറത്തുള്ള വെയിൻസിലാണ് ഈ വാരിക്കോസ് വെയിൻ എന്ന് പറയുന്ന രോഗം വന്നത്. നമുക്ക് ഇപ്പൊ ഈ നമ്മുടെ കാലിൽ നിന്ന് ബ്ലഡ് വന്നത് 80% ഈ ഡീപ്പ് വെയിൻസിൽ കൂടിയാണ് പോകുന്നത്. ബാക്കിയുള്ള 20% മാത്രമേ നമുക്ക് ഈ വെരിക്കോസ് ഈ പറയുന്ന വെരിക്കോസ് വെയിൻ വന്ന സൂപ്പർഫിഷ്യൽ വെയിൻസിൽ കൂടി വന്നത്. അപ്പൊ അത് എഫക്റ്റ് ആയാലും 80% ബ്ലഡ് പമ്പിങ് അകത്തുകൂടി നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വെരിക്കോസ് വെയിൻസിന് ചികിത്സ ലഭിച്ചിട്ടുള്ള ആൾക്കാർ പിന്നീട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അത് ഞാൻ പറഞ്ഞ പോലെ ഇപ്പോൾ അവരുടെ ലൈഫ് സ്റ്റൈൽ, ഇപ്പോൾ ഒരു ടീച്ചറോ അല്ലെങ്കിൽ ഒരു ലെക്ചററോ അല്ലെങ്കിൽ ഒരു ട്രാഫിക് പോലീസ് അങ്ങനത്തെ, അല്ലെങ്കിൽ കടയിൽ ചായക്കട വെച്ച് നിന്നുകൊണ്ട് ജോലി ചെയ്യണം, അങ്ങനത്തെ ആൾക്കാർ പകൽ സമയത്ത് ഈ സ്റ്റോക്കിങ്സ് കണ്ടിന്യൂ ചെയ്യണതായിരിക്കും ബെറ്റർ. അതുകൊണ്ട് അവർക്ക് ഈ സിംറ്റമാറ്റിക്കലി റിലീഫും ഉണ്ടാവും. അറ്റ് ദ സെയിം ടൈം നമുക്ക് തിരിച്ച് വെരിക്കോസ് വരാണ്ട് അവോയ്ഡ് ചെയ്യാനുള്ള ഒരു ചാൻസും ഉണ്ട്. ഡോക്ടറിൻ്റെ സമയം ഇവിടെ പൂർണ്ണമായി. വെരിക്കോസ് വെയിൻസിനെ കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിച്ചു തന്നതിന് നന്ദി. താങ്ക് യു.